അതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇടാതിരുന്നത് വലിയ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് 2 റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചീര തൈരും തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും പിന്നെ മുട്ടയും ചീരയും വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയും. അങ്ങനെ 2 റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ചീര വരയ്ക്കാം. വരൂ. അപ്പോൾ നമുക്കിന്ന് ഈ ചീര പറിക്കാം. ഇത് ഞാൻ തണ്ട് പകുതിന്ന് പറിച്ചുകൊണ്ട് ഇങ്ങനെ ഇതാ 3-4 ബ്രാഞ്ചസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. കറിയും ഉണ്ടാക്കാം, തോരനും ഉണ്ടാക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാം പറിച്ചേക്കാം. എല്ലാം ആയി, ചീരേന്റെ പരമാവധി ആയി. ഇനി അപ്പുറത്തെ സൈഡ് ഉണ്ട്, അതും കൂടി പറിക്കും. അപ്പൊ ഇത് പറിക്കാം. തണ്ടിന്റെ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നന്നായിട്ടില്ലേ ചീര? അപ്പൊ ഇപ്പൊ ചീരയുടെ ഒക്കെ സീസൺ അല്ലേ, അപ്പൊ എല്ലാവരും വിത്തിടുക, വളർത്തുക. വളരെ സിമ്പിൾ അല്ലേ ചീരയൊക്കെ നട്ട് വളർത്താൻ. അപ്പൊ സീസണിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ നമുക്ക് തോരനും കറിയൊക്കെ ഉണ്ടാക്കാലോ. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാലോ. ഇത് എപ്പോഴും തോരന് പറിക്കുന്നതല്ലേ കാണിക്കുന്നത്. അപ്പൊ ഇത് അപ്പൊ ഇതും കൊണ്ട് നമുക്ക് തോരനും ഉണ്ടാക്കാം, കറിയും ഉണ്ടാക്കാം. അപ്പൊ തക്കാളിയൊക്കെ ഉണ്ട് കുറെ പഴുത്തിട്ട്, അതും കൂടി നമുക്ക് പറിക്കാം. തക്കാളിയൊക്കെ ഇപ്പൊ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടെറസിലൊക്കെ വെയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര സങ്കടം. ഇപ്പൊ അങ്ങനെ തക്കാളിയൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറിച്ചേക്കാം. ഇത്രേ കിട്ടിയുള്ളൂ. ഏകദേശം എല്ലാം എന്താ പറയാ ലാസ്റ്റ് ആയി. ഇപ്പൊ സീസണൊക്കെ കഴിയാറായല്ലോ. ഇനി ചെറി ടൊമാറ്റോ പറിക്കാം. ഇതെല്ലാം ഉണ്ട്. അതാ ഇവിടെ ഇവിടെ പഴുത്ത് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ചെറി ടൊമാറ്റോ എനിക്ക് എപ്പോഴും കിട്ടും. ഒരു 10-15 എണ്ണെങ്കിലും ദിവസവും കിട്ടും കേട്ടോ. നല്ല വെറുതെ തിന്നാ ഇങ്ങനെ. നോക്കട്ടെ, ഇത് നല്ല സൂപ്പർ, അടിപൊളി. ഇത് ബഞ്ചായിട്ട് അങ്ങനെ പോയി. ഇങ്ങനെ ഈ കളറിൽ പറിച്ചാല് പിന്നെ ബാക്കി അങ്ങ് പഴുത്തോളും. ഇല്ലെങ്കിൽ വെയിലത്ത് നിന്ന് അങ്ങ് ഭയങ്കര ഇതായിരിക്കും. ഓക്കെ, സൂപ്പർ അല്ലേ? എത്രയാണ് പിടിച്ചിന്? അടി സൂപ്പർ അല്ലേ? എന്നാ പിന്നെ നമുക്ക് കിച്ചണിലോട്ടേക്ക് പോയാലോ? വരൂ. അങ്ങനെ ചീര കൊണ്ടുവന്ന പാടെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. കറിക്കും അരിയണം, തോരനും അരിയണം. അങ്ങനെ ഞാൻ 2 ബൗളിലും കറിക്കും തോരനും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് കറിക്കും ഒന്ന് തോരനും എടുക്കാമല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വേഗത്തിലും എളുപ്പത്തിലും 2 സ്റ്റൗവിലായിട്ട് നമുക്ക് മാറി മാറി വേഗം എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 വെളുത്തുള്ളിയും പിന്നെ ഒരു 6 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇത് അരച്ചു കൊണ്ടുവരാം. ഇനി വേറൊരു ചീനച്ചട്ടിയിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചീര വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കറിയാണ് തയ്യാറാക്കുന്നത്. ഒന്ന് വെള്ളം തെളിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം മാത്രം അരപ്പ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചീരയൊക്കെ വേഗം വേവുന്നതാണല്ലോ, രാവിക്ക് അങ്ങ് വെന്തോളും. ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള കുറുകിയ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ആ മസാലയൊക്കെ ഇതിലൊന്ന് മിക്സായി വരട്ടെ. അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒറ്റ മിനിറ്റ് ഒന്നും കൂടിയും വേവിച്ചെടുക്കാം. ഇത് തേങ്ങാപ്പാൽ ഇതിലോട്ടേക്ക് ഒഴിക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ അധികം തിളപ്പിക്കരുത്. ഒറ്റ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ഈ ഒരു ബൗൾ നിറയെ തൈരും കൂടി ഒഴിക്കാം. കട്ടി തൈരായിരിക്കണം, വെള്ളം പോലത്തെ തൈരായിരിക്കരുത്, കട്ടി തൈരായിരിക്കണം. പിന്നെ ഒരു പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി കുറച്ച് കട്ടിയിലായിരിക്കണം. ഈ കറി കുറച്ച് കട്ടിയായിട്ടുള്ള കറിയാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ചീരയൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പിന്നെ വാങ്ങാനൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ വാങ്ങിയിട്ട് എന്നും നമ്മൾ തോരനല്ലേ ഉണ്ടാക്കുന്നേ. അപ്പൊ അതിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറിയും കൂടി ആകുമല്ലോ. അപ്പൊ കറിയും ആവും തോരനും അടിപൊളി. കണ്ട നല്ല കളർ. ചീരയൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ. ഇനി ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അങ്ങനെ ചീരക്കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. കരിവേപ്പില ഇടണ്ടേ, പച്ചക്കരിവേപ്പില ഇടുന്നത് അത് വേറൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കായപ്പൊടിയൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഫ്ലേവറാണ്, ഒക്കെയാണ്. ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കടുകൊക്കെ പൊട്ടിച്ച് ഇതിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്രയും സാധനം നമുക്ക് വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ കാന്താരി മുളക് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വറ്റൽ മുളക് വേണമെങ്കിൽ വറ്റൽ മുളക് എടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പിന്നെ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എല്ലാം പൊട്ടിത്തെറിക്കും. ഇനി ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം, കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. അതിന്റെ മണമൊന്നും കളയരുത്. അങ്ങനെ ചീരക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചീര ഉണ്ടെങ്കിൽ, വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി കാണാം. ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വിട്ടിട്ടുള്ള പരിപാടിയില്ല നമുക്ക്, മലയാളികൾക്ക് വെളിച്ചെണ്ണ വിട്ടിട്ടുള്ള പരിപാടിയില്ല. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമുക്ക് 3 ഉള്ളിയാണിത്, വലിയ ഉള്ളി, സവാള. അപ്പം ഇതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ വേഗം ഉള്ളി മൂത്ത് വരും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഇതിലോട്ടേക്ക് അടിച്ചൊഴിക്കാം. ഏകദേശം ഇങ്ങനെ ആയതിനു ശേഷം നമുക്ക് ചീര ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചീര തണ്ട് അങ്ങനെ ഇടണ്ട, ഇലകൾ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചീര പിന്നെ ഒരാവിക്ക് അങ്ങ് വെന്ത് വരുന്നതാണല്ലോ. തണ്ട് കൊടുക്കാം. ഇനി ഒന്ന് വേവട്ടെ, എന്നിട്ട് ബാക്കിയുള്ള പരിപാടി ഇത് അടച്ചു വെച്ചിട്ട് വേവട്ടെ. ആയി. ഇനി നമുക്ക് ഈ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
അങ്ങ് സെറ്റാവുകയും. ഇത് ക്രഷ് ചെയ്ത വറ്റൽ മുളകാണ്, അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മതി, എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ ചീര മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.